ടെംപ്ലേറ്റ്സ് നിങ്ങളെ രക്ഷിക്കില്ല. നമുക്കറിയാം, ഇപ്പോഴും നമ്മൾ ടെംപ്ലേറ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എവിടെ? ഡിസ്ക്രൈബ് പേജിലും റീട്ടൽ ലെക്ചറിലും എസ്സേയിലും ഒക്കെ ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് ഒരു ഫലവും ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാവും. എവിടെ? ചോദ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയില്ല എങ്കിൽ ഈ ടെംപ്ലേറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഫലവും ഉണ്ടാകില്ല. ഉദാഹരണം, നിങ്ങളിപ്പോൾ ഡിസ്ക്രൈബ് ഇമേജിന് ഒരു ടെംപ്ലേറ്റ് പഠിച്ചുകൊണ്ട് പോവാണ്. ദ ഗ്രാഫ് ഷോസ് ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രൈബ് ഇമേജിൻ്റെ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങളത് പറഞ്ഞങ്ങ് തുടങ്ങുകയാണ്. പക്ഷേ ആ ഇമേജ് ഒരു നോർമലായിട്ടൊരു പിക്ചറാണ്, അല്ലെങ്കിൽ ഒരു മാപ്പാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്. അന്നേരം നിങ്ങൾ ദ ഗ്രാഫ് ഷോസ് ദാറ്റ് എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. എസ് ഐക്കകത്ത് നിങ്ങളൊരു ടെംപ്ലേറ്റ് പഠിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ ചോദ്യം ചോദിച്ചത് വാട്ട് ആർ ദ പ്രോബ്ലംസ്, വാട്ട് ആർ ദ സൊല്യൂഷൻസ് ആണ്. അപ്പം നിങ്ങൾ ഐ എഗ്രി ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങിയാൽ, അല്ലെങ്കിൽ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ ചോദ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യണം. ചോദ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റുകൾ കൊണ്ട് ഫലം ഉണ്ടാകത്തുള്ളൂ. പല സ്റ്റുഡൻസിന് അതൊരു ഡൗട്ടുണ്ട്, ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും നമുക്കൊരു ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്പം കൂടെ എളുപ്പമായിരിക്കും. പക്ഷേ ചോദ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയാനാണ് സാധ്യത, മാർക്ക് കിട്ടാനല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.